ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൊറാസ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലൂടെ എടുക്കാം. അൽ നാസറിന്റെ അല്ലെങ്കിൽ റൊണാൾഡോന്റെ ടീമിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ക്വാഡിൽ ഒരുപാട് ചേഞ്ചസ് നടത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിയാദ് സീസണെ പറ്റി, അല്ലെങ്കിൽ റിയാദ് സീസൺ കപ്പിനെ പറ്റി പറയാം. ഇന്റർ മിയാമിയും അതുപോലെ തന്നെ അൽ ഹിലാലും ഏറ്റുമുട്ടി. ഇന്റർ മിയാമി പരാജയപ്പെട്ടു. മെസ്സിയും ഷുവാറസും ഒക്കെ ഗോളുകൾ നേടി. എങ്കിലും ഇന്റർ മിയാമി ആ ഒരു കളിയിൽ പരാജയപ്പെടുകയുണ്ടായി. അൽ ഹിലാലിൻ്റെ എല്ലാ ഗോളുകളും നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഗോളുകളാണ്. 4 ഗോളും അടിപൊളിയാണ്. 4-3 ഇന്റർ മിയാമി പരാജയപ്പെട്ടത്. ഇനി അൽ നാസറിൻ്റെ അടുത്ത മാച്ച് എന്ന് പറയുന്നത് ഇന്റർ മിയാമിക്കെതിരെയാണ്. അതും റിയാദ് സീസൺ കപ്പിൻ്റെ ഭാഗമായിട്ടാണ് നടക്കാൻ പോകുന്നത്. കിങ്ഡം അറേനയിൽ തന്നെയാണ് ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. നാളെയാണ് മത്സരം, രാത്രി 11:30-ക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ലയണൽ മെസ്സിയും അതുപോലെ തന്നെ റൊണാൾഡോയും ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു മത്സരമാണ്. അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. ഇനി അൽ നാസറിന്റെ സ്ക്വാഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അൽ നാസർ സൈൻ ചെയ്തിട്ടുള്ള പ്ലെയർ, അല്ലെങ്കിൽ അൽ നാസറിലേക്ക് എത്തിയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് അസീസ് ബെന്നിച്ച് ആണ്. അസീസ് ബെന്നിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. ഓസ്ട്രേലിയൻ ലീഗായിട്ടുള്ള എ ലീഗിൽ മെൽബോൺ സിറ്റിയുടെ പ്ലെയർ ആണ്. അവിടെ നിന്നാണ് ഇപ്പോൾ അൽ നാസർ അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. അൽ നാസറും അദ്ദേഹം തമ്മിലുള്ള കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈം കോൺട്രാക്ട് പീരീഡ് ആണ്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹമായിട്ടുള്ള കോൺട്രാക്ട് പീരീഡ് അവസാനിക്കും. അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് 2024 ജനുവരി 30-നാണ്. അന്ന് മുതൽ 2024 ജൂൺ 30 വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പീരീഡ്, അല്ലെങ്കിൽ അൽ നാസറും തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത്. അസീസ് ബെന്നിച്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാക്ക് ആണ്. അതുപോലെ തന്നെ അസീസ് ബെന്നിച്ച് ഇപ്പോഴും ഓസ്ട്രേലിയക്ക് വേണ്ടി ഇന്റർനാഷണൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏഷ്യൻ കപ്പിലും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന അൽ നാസറിന്റെ മാച്ചിലൊന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. ഇനി അൽ നാസറിൽ മറ്റു ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അൽ നാസറിൽ നിന്ന് ആരൊക്കെ പോയിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, റിക്കോ ഫൊഫാന പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അബ്ദുള്ള പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഖാലിദും പോയിട്ടുണ്ട്. ഈ 3 പ്ലെയറും പോയിട്ടുള്ളത് ഒരേ ക്ലബിലേക്കാണ്, അൽ ഇത്തിഫാഖ് എന്നുള്ള ക്ലബിലേക്കാണ് ഈ 3 പ്ലെയറും ചേക്കേറിയിട്ടുള്ളത്. അതിൽ സീക്കോ ഫൊഫാനേൻ്റെയും അതുപോലെ തന്നെ അബ്ദുള്ളേൻ്റെയും നോക്കുകയാണെങ്കിൽ ഒരു ലോൺ അടിസ്ഥാനത്തിലുള്ള ട്രാൻസ്ഫറാണ് നടന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ സീക്കോ ഫൊഫാൻ്റെ 2024 ജനുവരി 30 മുതൽ 2024 ജൂൺ 30 വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പീരീഡ്, ഇത്തിഫാഖുമായിട്ടുള്ള കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബ്ദുള്ളൻ്റെയും ആ ഒരു റേഞ്ചിലുള്ള കോൺട്രാക്ട് പീരീഡ് ആണ്. പക്ഷേ ഖാലിദിൻ്റെ കോൺട്രാക്ട് പീരീഡ് എന്താണ് എന്നുള്ളതിൽ ഇതുവരെ ഒരു കൺഫർമേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി അൽ നാസർ സൈൻ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അൽ നാസറിൽ നടക്കാൻ പോകുന്ന ഒരു വമ്പൻ സൈനിങ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അത് നടക്കാൻ സാധ്യതയുണ്ട്. അതിലോട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടനം താരമായിട്ടുള്ള ഡിഫൻഡറായിട്ടുള്ള എമേഴ്സൺ റോയലിനെയാണ് അൽ നാസർ ടീമിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ക്ലബിൽ അതൊരു റൂമറായിക്കൊണ്ട് നടക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹം ടീമിലെത്താനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹമാണ് ഇനി നടക്കാൻ പോകുന്ന ഒരു വമ്പൻ സൈനിങ് എന്ന് പറയുന്നത്. അൽ നാസറിനെ സംബന്ധിച്ച് ഇനി നടക്കാൻ പോകുന്ന ഒരു വമ്പൻ സൈനിങ് എന്ന് പറയുന്നത് എമേഴ്സൺ റോയലിനെ ടീമിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അൽ നാസർ. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ്, വരാൻ പോകുന്ന മാച്ച്, അല്ലെങ്കിൽ നാളെ 11:30 ഇന്ത്യൻ സമയം നാളെ 11:30 നടക്കാൻ പോകുന്ന മാച്ച്, റൊണാൾഡോ vs ലയണൽ മെസ്സി, ആര് വിജയിക്കാനാണ് സാധ്യത? നിങ്ങൾ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത്, ആ റിസൾട്ട്, നിങ്ങളെ മനസ്സിലുള്ള ആ റിസൾട്ട് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി അപ്ഡേറ്റുകളുമായി സ്കൊറാസ് മൈ നിങ്ങളെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കൊറാസ് മൈ.